ലഹരി വ്യാപനത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ നരബലിയും. നമ്പർ 1 കേരളം എങ്ങോട്ട്? കേരളം വീണ്ടും പ്രാകൃത യുഗത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് ചിന്തിപ്പിക്കുമാറ് ഇപ്പോൾ ഇതാ കേരളത്തിൽ നരബലി പോലും നടന്നിരിക്കുന്നു. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ഇലന്തൂരിൽ 2 സ്ത്രീകളെ നരബലിക്കായി അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന വാർത്ത കേട്ട് മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. തിരുവല്ല സ്വദേശികളായ ദമ്പതികൾക്ക് വേണ്ടിയാണ് കാലടിയിലും പൊന്നുരുന്നിയിലുമുള്ള 2 സ്ത്രീകളെ അവർ നരബലിക്ക് ഇരയാക്കിയത്. നരബലിക്ക് വേണ്ടി സ്ത്രീകളെ എത്തിച്ചു നൽകിയത് പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയും. ദുർമന്ത്രവാദത്തിനായി 2 സ്ത്രീകളെ അയാൾ പത്തനംതിട്ട ഇലന്തൂരിലെത്തിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടുകയും ചെയ്തു. തിരുവല്ല സ്വദേശിയായ വൈദ്യൻ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവർക്ക് വേണ്ടിയാണ് നരബലി നടത്തിയത്. നരബലിക്കിരയായി വധിക്കപ്പെട്ടവർ തൃശൂർ വടക്കഞ്ചേരി സ്വദേശിയായ റോസിലിനും കടവന്ത്ര പൊന്നുരുന്നി സ്വദേശിയായ പത്മയുമാണ്. 2 പേർക്കും ലോട്ടറി ടിക്കറ്റ് കച്ചവടമായിരുന്നു തൊഴിൽ. തലയറുത്താണ് ഈ 2 സ്ത്രീകളെ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ലൈലയും ചേർന്ന് കൊലപ്പെടുത്തിയത്. നരബലിയുടെ ഭാഗമായുള്ള ആദ്യ കൊലപാതകം നടത്തിയത് ജൂൺ മാസത്തിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. ജൂൺ മാസത്തിൽ കാലടിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ റോസിലിനെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. സെപ്റ്റംബർ മാസം അവസാനമാണ് പത്മത്തെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേരളത്തിൽ സാത്താൻ സേവകർ കൂടുകയാണ് എന്ന് ഷെക്കേന ന്യൂസ് അടക്കം പല മാധ്യമങ്ങളും മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അന്ന് പക്ഷേ ഭരണാധികാരികളോ മുഖ്യധാരാ മാധ്യമങ്ങളോ അതിനെ ഗൗരവത്തിൽ എടുത്തില്ല. നരബലി നടത്തിയ ഭഗവത് സിംഗ് ആഭിചാര ക്രിയകൾ ചെയ്തിരുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സാത്താൻ സേവയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നതാകട്ടെ പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫിയും. നരബലി നടത്തുന്നത് വഴി ദമ്പതികൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്നും അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ലഭിക്കുമെന്നാണ് മുഹമ്മദ് ഷാഫി അവരെ ധരിപ്പിച്ചത്. മുഹമ്മദ് ഷാഫിയെ വിശ്വസിച്ച ദമ്പതികളോട് നരബലി നൽകുവാൻ ഒരാളെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഭഗവത് സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടെത്തിയെത്തിച്ച 2 സ്ത്രീകളാണ് മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. നരബലിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച മുഹമ്മദ് ഷാഫിക്ക് പിന്നിലുള്ള നിഗൂഢമായ കാര്യങ്ങൾ ഇനിയും പുറത്തുവരാൻ ഇരിക്കുന്നേയുള്ളൂ. ലവ് ജിഹാദ് എന്ന വിളിപ്പേരുള്ള ചില പ്രണയക്കെണികളിലും മന്ത്രവാദത്തിന്റെ ചതിപ്രയോഗങ്ങൾ നടക്കുന്നുണ്ടെന്ന വ്യാപകമായി പരാതികളുണ്ട്. എന്തായാലും നമ്പർ 1 കേരളം ഒരു ഭാഗത്ത് ലഹരിയിൽ മുങ്ങി താഴുമ്പോൾ മറുഭാഗത്ത് നരബലി, സാത്താൻ ആരാധന തുടങ്ങിയ പ്രാകൃത ആചാരങ്ങളിലേക്കും മടങ്ങുന്നു എന്നതിനെ ഓർത്ത് തല താഴ്ത്തി ലജ്ജിക്കാം.